ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആകാശ് പ്രീതിയോടായിട്ട് സംസാരിച്ച് നിൽക്കുമ്പോൾ മനോരമ, എൻ്റെ മൈ ഗോഡ്, ബാർബി മോൾ ഇത്ര വേഗം എണീറ്റോ എന്നും ചോദിച്ച് അവരുടെ അടുത്തേക്ക് കടന്നു വരികയാണ്. എൻ്റെ മരുമോൾ നിങ്ങളുടെ അപ്പം കൂടിയോ? എങ്കിൽ പിന്നെ എന്നെയും കൂടി ഈ കളി പഠിപ്പിക്ക് എന്ന് പറയുമ്പോൾ, നോ, ഇതൊന്നും അമ്മയ്ക്ക് കളിക്കാൻ പറ്റിയ കളിയല്ല എന്ന് പറയാണ് ആകാശ്. വൈ, ഈ ഗെയിം ഞാൻ കളിച്ച എന്താ കുഴപ്പം എന്നും പറഞ്ഞ് സോഫയിൽ ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ കോളേജ് പഠിക്കുമ്പോണ്ടല്ലോ എന്ന് പറഞ്ഞതും ആകാശ് പറയണുണ്ട്, എൻ്റെ അമ്മേ ഇതൊന്നും നിർത്ത്, കോളേജിനെ കുറിച്ചൊന്നും പറയല്ലേ, രാവിലെ തന്നെ എനിക്ക് ഒരുപാട് ജോലി ഉള്ളതാ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കാൻ നിനക്കിപ്പോൾ സമയമില്ലല്ലോ എന്നും പറഞ്ഞ് പ്രീതി കൊണ്ടുവച്ച ആ ഭക്ഷണത്തിലേക്ക് നോക്കാണ്. ഇതെന്താ ബാർബി മോൾക്ക് കഴിക്കാൻ ദോശയാണോ? ബേബി, ഇതൊക്കെ ഇവള് നിന്നെ കഴിപ്പിച്ച് തടി വെപ്പിക്കാൻ നോക്കുക. നീ സ്ലിം ബ്യൂട്ടി ആയിരിക്കുന്നതാണ് നല്ലത്. ഐ വിൽ മേക്ക് യു ഗ്രീൻ സാലഡ് ആൻഡ് വൈറ്റ് ഓംലെറ്റ്. എങ്കിൽ പിന്നെ എനിക്കത് മതി എന്നും പറഞ്ഞ് മിസ് ബി മനോരമയുടെ കൈയും പിടിച്ച് കിച്ചണിലോട്ട് പോവാണ്. തുടർന്ന് നമ്മുടെ അശ്വിനാണെങ്കിൽ മുഖമൊക്കെ കഴുകി ടവലുകൊണ്ട് തുടച്ചു വരികയാണ്. ആ സമയത്ത് നമ്മുടെ അഞ്ജലി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കുഞ്ഞാ, നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ചേച്ചി, എനിക്കറിയാം കുഴപ്പമുണ്ടാവില്ല എന്ന്. എന്നെ ശുശ്രൂഷിക്കാൻ അടുത്ത ആളുണ്ടാവുമ്പോൾ പിന്നെ എന്ത് പ്രശ്നമാണ് നിനക്കുണ്ടാവുക? പാവം ശ്രുതി ഇന്നലെ ഒരു പോള കണ്ണടച്ചിട്ടില്ല, നിനക്ക് വേണ്ടി കാവലിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും അശ്വിന്റെ മുഖം ഒന്ന് മാറുകയാണ് കേട്ടോ. എന്തായാലും എനിക്കൊരു കാര്യത്തിൽ നല്ല സന്തോഷമുണ്ട് കുഞ്ഞാ, നിന്റെ ആരോഗ്യകാര്യത്തെ ശ്രദ്ധിക്കുന്ന ഒരു കുട്ടിയെ തന്നെയാണല്ലോ നീ വിവാഹം കഴിച്ചത്. അത് നിന്റെ മിടുക്കൊന്നല്ല, അങ്ങനെ ഒരു കുട്ടിയെ തരണമെന്ന് ഞാൻ ദൈവത്തോട് എന്നും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ദൈവം അത് കേട്ടു, അതുകൊണ്ടാ നിനക്ക് അവളെ പോലെ തന്നെ ഒരു പെണ്ണിനെ കിട്ടിയത്. നിനക്കുള്ള ചായയുമായിട്ട് അവളിപ്പോ വരും എന്നും പറഞ്ഞ് അഞ്ജലി അങ്ങ് പോകുന്നു. അശ്വിനാണെങ്കിൽ ശ്രുതിക്ക് അതൊരു ബുദ്ധിമുട്ടായല്ലോ എന്നിങ്ങനെ വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതി ചായയുമായിട്ട് വരുന്നുണ്ട്. ശ്രുതി വന്നതും, ഇതാ ചായ, രാവിലെ കഴിക്കാനുള്ള മരുന്ന് കഴിച്ചില്ലല്ലോ, അത് കഴിഞ്ഞാവാ ചായ എന്നും പറഞ്ഞ് മരുന്നെടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അശ്വിൻ ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാ ഈ മരുന്ന് കഴിച്ചാട്ടെ എന്നും പറഞ്ഞ് ശ്രുതി ആ മരുന്ന് കൊടുക്കുകയാണ്. ആ സമയത്ത് ശ്രുതിയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നെന്താ നീ എന്നെ സ്വാമി എന്ന് വിളിക്കുന്നില്ലേ? ചേച്ചി പറഞ്ഞു രാത്രി മുഴുവൻ നീ ഉറക്കൊഴിച്ചിരിക്കുക എന്ന്. എന്താ ശരിയാണോ? എന്തായാലും ഇന്നലത്തെ എൻ്റെ ദിവസം കൊള്ളായിരുന്നു, നോട്ട് ബാഡ് എന്ന് പറയുന്നതും ശ്രുതി, എന്താ നിങ്ങൾ പറഞ്ഞത്? അല്ല, ഒരു തെറ്റും ചെയ്യാതെ കുറ്റബോധത്തോടു കൂടി ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതെങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അശ്വിൻ ചോദിച്ചതും, നിങ്ങൾ എന്താ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് ശ്രുതി പറയണേ. അതൊക്കെ പറഞ്ഞുതരാ. എന്നെ നിനക്ക് എത്ര നാളായിട്ട് അറിയാം? എത്ര നാളായിട്ട് അറിയാമെങ്കിലും ചിലരെ മനസ്സിലാക്കാൻ കുറെ നാളെടുക്കും എന്ന് പറയട്ടെ ശ്രുതി. നിനക്ക് എന്നെ ഇപ്പോഴും മനസ്സിലായില്ല ശ്രുതികുമാരി ലക്ഷ്മി. നിന്റെ അറിവിലേക്കായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇന്നലെ എനിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. കൃത്യസമയത്ത് മരുന്ന് കഴിച്ചു, ഭക്ഷണം കഴിച്ചു. പിന്നെ ഇന്നലെ ബോധം കെട്ട് വീണില്ലേ, അത് ഞാൻ ആക്ട് ചെയ്തതാ എന്നങ്ങ് പറയുന്നതും ശ്രുതി, എന്താ നിങ്ങൾ പറഞ്ഞത്? എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ആക്ടിങ്? നിങ്ങളപ്പോ അഭിനയിച്ചതാണോ? എക്സാക്ട്ലി എന്ന് പറയുമ്പോൾ അതൊക്കെ നമ്മുടെ അഞ്ജലി പോകും വഴി അവിടെ നിന്ന് കേൾക്കാണ് കേട്ടോ. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നേ? അതൊന്നും സത്യമല്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ നാടകം കഴിച്ചത്? അതോ ഇന്നലെ നീ എന്നെ ഇല്ലാത്ത സ്നേഹം നടിച്ച് സ്വാമി എന്ന് വിളിച്ച് ഇറിറ്റേറ്റ് ചെയ്തില്ലേ, അപ്പൊ തന്നെ ഞാൻ കരുതിയതാ നിനക്കിട്ട് ഒരു പണി തരണമെന്ന്. അതിനുള്ള ശിക്ഷയാ ഞാൻ നിനക്ക് ഇന്ന് തന്നത് എന്ന് പറയുമ്പോൾ ശ്രുതിക്ക് അത് സഹിക്കാവുന്നതിലപ്പുറമായിരിക്കും. നിങ്ങൾ എന്തൊരു സൂത്രശാലിയാ. സൂത്രശാലിയല്ല, ഷാർപ്പ്. എന്നോട് കളിച്ചാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ മറുപടി തരുന്നത് എന്ന് പറയാ നമ്മുടെ അശ്വിൻ. കാരണം എൻ്റെ പേര് അശ്വിൻ എന്നാണ് എന്നും പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ശ്രുതി അഞ്ജലിയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അഞ്ജലി ഇപ്പോൾ അവിടുന്ന് ഇറങ്ങിപ്പോവാട്ടോ. എന്നിട്ട് അശ്വിൻ അങ്ങ് ഇറങ്ങിപ്പോവും. അതിനു മുൻപേ അഞ്ജലി താഴെ ഹാളിൽ നിൽക്കുന്നുണ്ടാവും. അഞ്ജലിയുടെ മുന്നിൽ കൂടെ നമ്മുടെ അശ്വിൻ അങ്ങ് പോകുന്ന നേരത്ത്, കുഞ്ഞാ നീ ഒന്ന് അവിടെ നിൽക്ക്, എനിക്കൊരു കാര്യം നിന്നോട് സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞ് അഞ്ജലിയുടെ റൂമിലേക്ക് കൂട്ടിയിട്ട് പോവാണ്. എന്നിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് അശ്വിന്റെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പറയണുണ്ട്, ഇത് നിനക്ക് ഓർമ്മയുണ്ടോ? ഈ ഫോട്ടോ ഏതാന്ന്? ഇത് നമ്മള് തറവാട്ടിൽ നിന്ന് പോരുന്നതിന് മുൻപേ എടുത്ത ഫോട്ടോ അല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. അതിന്റെ ചില്ലെങ്ങനെയാ പൊട്ടിയതെന്ന് നിനക്കറിയോ? അതൊക്കെ ചേച്ചി എന്തിനാ ഇപ്പൊ ഓർക്കുന്നത്? കാര്യമുണ്ട് കുഞ്ഞാ, ഇത് സത്യത്തിൽ എന്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിയ ഫോട്ടോ ആണ്. ആ കുറ്റം നീ ഏറ്റെടുത്തു. അത് എന്തിനാണെന്ന് ഞാൻ കുറെ ചിന്തിച്ചിരുന്നു. പിന്നീടാ എനിക്കത് മനസ്സിലായത്. എനിക്ക് നിന്റെ അത്ര ലോകപരിചയം ഇല്ലെങ്കിലും നിന്റെ കള്ളത്തരമൊക്കെ കണ്ടുപിടിക്കാനുള്ള കാര്യപ്രാപ്തിയൊക്കെ എനിക്കുണ്ട്. കള്ളത്തരോ? അതെ കുഞ്ഞാ, നീ ഇന്നലെ ബോധം കെട്ട് വീണത്
ആക്ട് ചെയ്യാന്ന് ശ്രുതിയോട് പറഞ്ഞില്ലേ? എനിക്കതൊക്കെ മനസ്സിലായി. ഇന്നലെ ശ്രുതി ഉറക്കമൊഴിച്ചതും നിന്നെ ശുശ്രൂഷിച്ചതും എല്ലാം നിനക്ക് വളരെ വിഷമായല്ലേ? അത് അവളോട് സമ്മതിച്ചു കൊടുക്കാൻ നിനക്ക് പറ്റിയില്ല. അതുകൊണ്ടല്ലേ നീ അങ്ങനെ പറഞ്ഞത് എന്ന് അശ്വിന്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ അശ്വിൻ ഒന്നും മിണ്ടാതെ നിൽക്കാട്ടോ. നീ എന്തായാലും കള്ളം പറഞ്ഞതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായി. നീ ശ്രുതിയെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് വളരെ സന്തോഷമായി കുഞ്ഞാ. ചേച്ചി വെറുതെ ഓരോന്ന് വേണ്ട നീ തർക്കിക്കേണ്ട കുഞ്ഞാ. നീ ശ്രുതിയെ സ്നേഹിക്കുന്നത് എത്രത്തോളം ആണെന്ന് നിനക്ക് പോലും അറിയില്ല കുഞ്ഞാ. നീ ശ്രുതിയെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട് കുഞ്ഞാ എന്ന് പറയുമ്പോൾ അശ്വിൻ ഒന്നും മിണ്ടാതെ അഞ്ജലിയെ നോക്കി ഇങ്ങനെ നിൽക്കാട്ടോ. അതും പറഞ്ഞ് അഞ്ജലി അങ്ങ് പോവാണ്. തുടർന്ന് നമ്മുടെ ശ്രുതി ആണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അയാൾ എൻ്റെ മുന്നിൽ നാടകം കളിച്ചതാണെന്ന്. എത്ര ദുഷ്ടനാണ് അയാൾ. അയാൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി തോന്നുന്നു? ഇന്നലെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി നേരം വൈകിയതിന് ഞാൻ എന്തുമാത്രം ടെൻഷൻ അടിച്ചു. അയാൾ ഇന്നലെ ബോധം കെട്ട് വീണപ്പോ നേരത്തെ നേർച്ചകളില്ല, പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല, എന്നിട്ട് അയാൾ പറയുന്നത് അയാൾ നാടകം കളിച്ചെന്നാ. ഇങ്ങോട്ട് വരട്ടെ, അയാൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇന്നലെ മുഴുവൻ എന്നെ ഉറങ്ങാതെ ഇരുത്തിയിട്ട് ഇതേതായാലും വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നെങ്ങും പറയുന്ന നേരത്ത് ശ്രുതിക്ക് തോന്നുന്നുണ്ട് അവിടെ 2 പേര് കരയുന്നതായിട്ട്. അപ്പൊ അങ്ങോട്ട് നോക്കുമ്പോൾ രണ്ടും ശ്രുതി തന്നെ ആയിരിക്കും കേട്ടോ. എന്നിട്ട് പറയും ഇത് തന്നെ ആയിരിക്കുമല്ലോ അയാള് ആഗ്രഹിക്കുന്നത്, എന്നിട്ട് അയാളോട് ദേഷ്യത്തിൽ പെരുമാറണമെന്ന്. ഇപ്പോഴാണ് എനിക്ക് റൂട്ട് എങ്ങോട്ടാന്ന് മനസ്സിലായത്. നിങ്ങൾക്ക് തെറ്റി. ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെടാനേ പോകുന്നില്ല. നിങ്ങളെ ഞാൻ സ്നേഹിച്ച് കൊല്ലാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക് എന്നും പറഞ്ഞ് ശ്രുതി അവിടെ നിൽക്കുകയാണ് കേട്ടോ. തുടർന്ന് കാണിക്കുന്നത് നമ്മുടെ ശ്യാമിനെയാണ്. ഇന്നെങ്കിലും അശ്വിന്റെ വാലറ്റിൽ നിന്ന് ആ കീ എടുത്തേ പറ്റുള്ളൂ. ഓരോ ദിവസം കഴിയും തോറും കാര്യങ്ങൾ ഇച്ചിരി കോംപ്ലിക്കേറ്റ് ആയി വരികയാണ് എന്നും പറഞ്ഞ് അശ്വിന്റെ റൂമിലേക്ക് പോവാണ്. അവിടെ ചെന്ന് റൂം തുറന്നു നോക്കുന്ന സമയത്ത് നമ്മുടെ അശ്വിൻ കുളിക്കാൻ വേണ്ടിയിട്ട് വാഷ്റൂമിലേക്ക് പോകുന്നത് കാണും. അളിയൻ അപ്പം കുളിക്കാൻ വേണ്ടിയിട്ട് കയറി ഒരു 10 മിനിറ്റെങ്കിലും കഴിഞ്ഞല്ലാതെ വരത്തില്ല. ആ 10 മിനിറ്റ് അത് വളരെ വിലപ്പെട്ടതാണ് എന്നും പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമ്മുടെ അഞ്ജലി അശ്വിനുള്ള ജ്യൂസുമായിട്ട് കയറി വരികയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്യാം അഞ്ജലിയുടെ അടുത്തേക്ക് ചെന്നിട്ട് എൻ്റെ രാജകുമാരി നീ എന്തൊക്കെയായി കാണിക്കുന്നേ? ഞാൻ എന്ത് കാണിച്ചെന്നാ? ഞാൻ ജ്യൂസുമായി കുഞ്ഞൻ്റെ അടുത്തേക്ക് വരുന്നു. ഈ ഒരു അവസ്ഥയിൽ എന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറി ഇറങ്ങരുത് എന്ന്. ഡോക്ടർ പറഞ്ഞത് ശ്യാമേട്ടനും കേട്ടതല്ലേ? കുറച്ചൊക്കെ നടക്കാമെന്ന്. നീ അതിന് കുറച്ചാണോ നടക്കുന്നത്? എത്ര തവണ ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നു? അല്ലെങ്കിലും അളിയൻ നീ കൊടുത്താലേ ജ്യൂസ് കുടിക്കൂ എന്നൊന്നും ഇല്ലല്ലോ. അതിങ്ങത്താ ഞാൻ കൊടുത്താലും ജ്യൂസ് കുടിക്കും എന്നും പറഞ്ഞ് ശ്യാം അത് വാങ്ങാണ് കേട്ടോ. എന്നും പറഞ്ഞ് അഞ്ജലി അങ്ങ് താഴേക്ക് ഇറക്കി വിടാണ്. മോളെ സൂക്ഷിച്ചിറങ്ങണേ, തട്ടി വീഴാതെയൊക്കെ നോക്കണേ എന്നൊക്കെ ഇങ്ങനെ മുകളിൽ നിന്ന് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പറയും എന്തായാലും അഞ്ജലി ഇത് കൊണ്ടുവന്നത് കാര്യമായി. എനിക്ക് റൂമിൽ കയറിയതിന് ഒരു കാരണമായല്ലോ പറയാൻ എന്നും പറഞ്ഞ് ആ ജ്യൂസുമായിട്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അളിയൻ ഇത് വാലറ്റിലോ കബോർഡിലോ ആയിരിക്കും വെച്ചിരിക്കുന്നത് എന്നും പറഞ്ഞ് നോക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതിയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. ശ്രുതി ശ്യാമിനെ കണ്ടതും നിങ്ങളെന്താ ഇവിടെ? അപ്പോ ശ്യാമിന് ആകെ ഒരു പരിഭ്രമമാണ് കേട്ടോ. അത് പിന്നെ ശ്രുതിക്കുട്ടി എനിക്ക് ഇങ്ങോട്ട് വരാതിരിക്കാൻ പറ്റുമോ? ഞാൻ അളിയന് ജ്യൂസുമായി വന്നതാ എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതി പറയും അത് ഞാൻ കൊടുത്തോളാം. നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് നോക്ക്. അതെങ്ങനെയാ ശ്രുതിക്കുട്ടി ഞാൻ വന്ന കാര്യം നടത്താതെ പോകുന്നത്? ഞാൻ ജ്യൂസ് ഇവിടെ വെച്ച് താഴോട്ട് പോയാൽ അഞ്ജലിക്ക് അത് വിഷമാവും. അഞ്ജലി ഈ വയ്യാത്ത അവസ്ഥയിൽ ഇങ്ങോട്ട് കയറി വരാൻ നിൽക്കും. അതവൾക്കൊരു ബുദ്ധിമുട്ടാവും. ഇത് കേൾക്കുന്ന ശ്രുതി അഞ്ജലി ചേച്ചിക്ക് ഞാൻ ഉള്ളിടത്തോളം കാലം ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ശ്രുതിക്കുട്ടി നീ എന്തിനാണ് ഇങ്ങനെ ചൂടാവുന്നത്? എനിക്കിപ്പോൾ നമ്മുടെ ആദ്യത്തെ കാലം ഓർമ്മ വരുന്നത്. നമ്മൾ ഒരുമിച്ച് താമസിച്ചപ്പോൾ അന്ന് അമ്മായി എനിക്ക് ചായയും കോഫിയുമായിട്ട് മുകളിലേക്ക് വരും. ചിലപ്പോൾ നീ ആ ജോലിയൊക്കെ ഏറ്റെടുക്കാറുണ്ടല്ലോ. എന്ത് രസമായിരുന്നു അല്ലേ ആ കാലം. ആ കാലം തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിക്കുക എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി പറയും നിങ്ങൾ ഈ പഴയ കാര്യമൊന്നും പറയാതെ ഇവിടെ നിന്ന് ഒന്ന് ഇറങ്ങി പോകാവോ? ഇല്ല ശ്രുതിക്കുട്ടി ഞാൻ ഈ ജ്യൂസ് അളിയന് കൊടുത്തിട്ടേ പോവുള്ളൂ എന്ന് പറയുമ്പോൾ ശ്രുതി ആ ജ്യൂസ് വാങ്ങാനായിട്ട് പിന്നാലെ പോകുന്നുണ്ട്. ശ്യാമാണെങ്കിൽ ശ്രുതിയെ അടുപ്പിക്കാനുള്ള എല്ലാ പരിപാടിയും നോക്കുകയാണേ. അങ്ങനെ പോയിട്ട് പേഴ്സിലേക്ക് ജ്യൂസ് ചിന്തുന്നുണ്ട്. അയ്യോ എന്താ ശ്രുതിക്കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടല്ലേ അളിയന്റെ വാലറ്റ് നനഞ്ഞു പോയത്? സാരമില്ല ഞാൻ ഇത് ഉണക്കിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് എനിക്കറിയാം ഇതൊക്കെ ചെയ്യാൻ. അതിങ്ങത്താ എന്ന് പറഞ്ഞിട്ട് ആ പേഴ്സും വാങ്ങി അങ്ങ് പോവാട്ടോ. ആ സമയത്ത് ശ്യാം ഇങ്ങനെ ശ്രുതിയെ നോക്കി നിൽക്കുന്ന ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീരാണേ.